നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. 2024 നടന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആണവായുധ വാഹന ശേഷിയുള്ള അഗ്നി 5 മിസൈലിൻ്റെ പരീക്ഷണ നാമം എന്താണ്? മിഷൻ ദിവ്യാസ്ത്ര. എന്താണ് മിഷൻ ദിവ്യാസ്ത്ര? അഗ്നി 5 ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആണവായുധ വാഹന ശേഷിയുള്ള ആ ഒരു മിസൈലാണ് അല്ലേ മിഷൻ ദിവ്യാസ്ത്ര എന്ന് വെച്ചാൽ ചൈനയും പാകിസ്ഥാനും ഒക്കെ വളരെയധികം ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടൊരു പരീക്ഷണമാണെന്നാണ് ഇത് പറയുന്നത് അല്ലേ. DRDO തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ഭൂഖണ്ഡാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോണ്ടിനെന്റിൽ നിന്ന് വേറൊരു കോണ്ടിനെന്റിലേക്ക് വരെ അയക്കാൻ പറ്റുന്ന അത്രയും ലോങ് റേഞ്ചുള്ള ഒരു മിസൈലാണ് അഗ്നി 5. 7000 കിലോമീറ്ററിലധികം ദൂരപരിധി ഈ മിസൈലിനുണ്ട്. എത്രയുണ്ട്? 7000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് അഗ്നി 5. ശബ്ദത്തിൻ്റെ 24 മടങ്ങാണ് പരമാവധി വേഗത. എത്രയാണ്? ശബ്ദത്തിൻ്റെ 24 മടങ്ങാണ് പരമാവധി വേഗത. ഇനി തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്താണ്? മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ MIRV സാങ്കേതിക വിദ്യയാണ് അഗ്നി 5 മിസൈലിൽ ഉപയോഗിക്കുന്നത്. എന്താണ്? മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ എൻട്രി വെഹിക്കിളാണ് MIRV. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അഥവാ MIRV ടെക്നോളജിയാണ് നമ്മുടെ അഗ്നി 5-ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ MIRV സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. MIRV സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആണവായുധ ശേഷിയുള്ള മിസൈലിൻ്റെ പേരെന്താണ്? അഗ്നി 5 ആണ്. ഇന്ത്യ ഇൻഡിജനസ് ആയിട്ട് നിർമ്മിച്ച ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. 7000 കിലോമീറ്റർ ദൂരം വരെ ഇതിന് മിസൈൽ പരിധിയുണ്ട്. ശബ്ദത്തിൻ്റെ 24 മടങ്ങ് വേഗതയുള്ള മിസൈലാണിത്. ഉപയോഗിച്ച ടെക്നിക്ക് എന്താണ്? MIRV വിദ്യ സ്വന്തമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 6ാമത്തെ രാജ്യം. കോങ്കോയ്ക്ക് ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. ആരാണ് ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാകുന്നത്? ജുഡിത്ത് സുമിൻവ ടുലുക. ആ ടുലുക എന്ന് പറഞ്ഞ ഒരു പേര് ഓർത്തിച്ചാൽ മതി. ആദ്യത്തെ പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രിമാരൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവും അല്ലേ. ഇതിനു മുമ്പത്തെ ആസൂത്രണ വകുപ്പ് മന്ത്രിയായിരുന്നു ആര്? നമ്മുടെ ജുഡിത്ത് സുമിൻവ ടുലുക. നമ്മുടെ ആഭ്യന്തര കലാപം നടക്കുന്ന കോങ്കോയിൽ വളരെയധികം ആഭ്യന്തരമായിട്ട് ഒരുപാട് കലാപങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ കോങ്കോ. സായുധ കലാപത്തിൻ്റെ പേരിൽ ഏകദേശം 70 ലക്ഷം പേരാണ് ഈ കോങ്കോയിൽ അഭയാർത്ഥികളായിട്ടുള്ളത്. എത്രയാണ്? 70 ലക്ഷം പേരോളം ആഭ്യന്തര യുദ്ധത്തിൻ്റെ പേരിൽ അഭയാർത്ഥികളായ സ്ഥലമാണ് കോങ്കോ. അവിടുത്തെ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരാണ്? ജുഡിത്ത് സുമിൻവ ടുലുക. അടുത്തത് മുംബൈയെ സംയുക്ത സേന ആസ്ഥാനം. നമുക്കറിയാം അതായത് നമ്മുടെ ആർമിക്ക് ഒരു ആസ്ഥാനം ഉണ്ടാവും, എയർഫോഴ്സിന് ഒരു ആസ്ഥാനം ഉണ്ടാവും, നേവിക്ക് ഒരു ആസ്ഥാനം ഉണ്ടാവും. ഇതെല്ലാം കൂടെ സമന്വയിപ്പിച്ച് ഒറ്റ ആസ്ഥാനമാക്കാൻ കരനാവിക വ്യോമസേനയ്ക്കുള്ള സംയുക്ത സേന ആസ്ഥാനം മുംബൈയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചർച്ച 2021 തന്നെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ട്രൈ സർവീസ് കമാൻഡായിട്ട് സ്ഥാപിച്ചിട്ടുമുണ്ട്. ട്രൈ സർവീസ് കമാൻഡായിട്ട് സ്ഥാപിച്ചെങ്കിലും രാജ്യത്തിനുള്ള ഇന്ത്യക്ക് പൊതുവായിട്ടുള്ള ഒരു പ്രതിരോധ സ്റ്റേഷനുകളും ഇല്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് 3 സേനകളിലെയും ഒരുമിച്ചുള്ളൊരു പ്രതിരോധ സ്റ്റേഷനായിട്ട് മുംബൈയെ വികസിപ്പിച്ചെടുത്താൻ ആര് തീരുമാനിച്ചു? കേന്ദ്രം. അപ്പോൾ ആ ഒരു പ്ലേസ് ആണ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത്. മുംബൈയെ സംയുക്ത സേന ആസ്ഥാനമാക്കാൻ നമ്മുടെ കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ്. വോയിസ് എഞ്ചിനുമായിട്ട് നമ്മുടെ ഓപ്പൺ AI. നമുക്കറിയാം നമ്മുടെ ആമസോണിൻ്റെ അലക്സയൊക്കെ ഉണ്ടല്ലോ.
എന്താണ് നമ്മൾ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അത് ഒരു സംഭാഷണം നടത്താൻ പറ്റും അല്ലേ അലക്സയായിട്ടൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ എ എന്താണ് ഒരു വോയിസ് എൻജിൻ കൊണ്ടുവരികയാണ്. ഓപ്പൺ എ ആരാണ്? നമ്മുടെ ചാറ്റ് GPT നിർമ്മാതാക്കളാണ് ഓപ്പൺ എ എന്ന് പറയുന്നത് ഇല്ലേ. അപ്പോൾ ആ ഒരു ചാറ്റ് GPT നിർമ്മാതാക്കളായ ഓപ്പൺ എ വോയിസ് അസിസ്റ്റൻ്റ് രംഗത്തേക്ക് കടക്കുന്നു. ഒരാളുടെ ശബ്ദത്തിൻ്റെ തനി പകർപ്പ് നിർമ്മിക്കാൻ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം. ഓക്കെ, ഒരു വ്യക്തിയുടെ 15 സെക്കൻഡുള്ള ശബ്ദരേഖ ഉപയോഗിച്ച് കൃത്യതയോടെയുള്ള ദീർഘ സംഭാഷണം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ അവകാശവാസം. ഓക്കെ, അപ്പോൾ വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മുടെ ആമസോണിൻ്റെ അലക്സയുമായിട്ട് ഒരു മത്സരം ഉദ്ദേശിച്ചാണ് നമ്മുടെ വോയിസ് എൻജിൻ ഓപ്പൺ എ ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മുടെ അലക്സയ്ക്ക് എതിരെ വോയിസ് എൻജിൻ കൊണ്ടുവരുന്ന ആരാണ്? ഓപ്പൺ എ ആണ്. ഓപ്പൺ എ നമ്മുടെ ചാറ്റ് GPT നിർമ്മാതാക്കളാണ്. നെക്സ്റ്റ് നമ്മൾ NIA മേധാവിയായിട്ട് വരുന്നത് സദാനന്ദ് വസന്ത്. നമുക്കറിയാം പുതിയ നിയമനങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ മേധാവിയായിട്ട് വരുന്നത് ആരാണ്? നമ്മുടെ സദാനന്ദ് വസന്ത് ദാദയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിയമിച്ചത്. 2026 ഡിസംബർ 31 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാറ്റഗറി. 1990 മഹാരാഷ്ട്ര കേഡറിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഉദ്യോഗസ്ഥനായിട്ട് നിയമിതനായത്. അതുപോലെ തന്നെ 2008 മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരന്മാരെ ധീരമായി നേരിട്ട ഉദ്യോഗസ്ഥനും കൂടെയാണ് ആര്? നമ്മുടെ സദാനന്ദ് വസന്ത്. അപ്പോൾ NIA ആ ഒരു ഇപ്പോൾ മേധാവിയായിട്ട് NIA മേധാവിയായി വരുന്ന ആരാണ്? സദാനന്ദ് വസന്ത്. അടുത്തത് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യം എന്ന പദവി തുടർച്ചയായി 7ാം തവണയും നേടിയ രാജ്യം ഏതാണ്? ഫിൻലൻഡാണ്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്, ഗലപ്പ് ഓക്സ്ഫോർഡ്, വെൽബീയിങ് സെൻറ്റർ, WHR എഡിറ്റോറിയൽ ബോർഡ് ഇവയെല്ലാം സംയുക്തമായിട്ട് തയ്യാറാക്കിയ പട്ടികയിൽ 126ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126ാം സ്ഥാനത്ത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യം എന്ന പദവി നേടിയത് ഫിൻലൻഡാണ്. ഓക്കെ, ഫിൻലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷവും ഇതേ സ്ഥാനത്ത് തന്നെയായിരുന്നു കേട്ടോ ഇന്ത്യ. അടുത്തത് ഈ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന രക്ഷാദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹെയ്തി ഇന്ദ്രാവതി അങ്ങനെ ഓർത്തു വയ്ക്കുക. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന രക്ഷാദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഇനി വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ് ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടമാണ് യൂറോപ്യ ക്ലിപ്പർ. ഓക്കെ, വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ്. ഓക്കെ, യൂറോപ്പയെ ലക്ഷ്യമാക്കിയിട്ട് നാസ ഒരു പേടകം വിക്ഷേപിക്കുന്നുണ്ട്. അതിൻ്റെ പേരെന്താണ്? യൂറോപ്പ ക്ലിപ്പർ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ക്ലീൻ ബൗൾഡിലൂടെ ഏറ്റവും അധികം വിക്കറ്റ്, ക്ലീൻ ബൗൾഡ് എന്ന് പറഞ്ഞാൽ വിക്കറ്റ് എറിഞ്ഞ് തെറിപ്പിക്കുക അല്ലേ. അപ്പോൾ ക്ലീൻ ബൗൾഡ് ചെയ്യുന്ന ഏറ്റവും അധികം വിക്കറ്റ് നേടുന്ന താരമാണ് ആര്? റാഷിദ് ഖാൻ. ഓക്കെ, അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ക്ലീൻ ബൗൾഡിലൂടെ ഏറ്റവും അധികം വിക്കറ്റ് നേടുന്ന താരമാണ് റാഷിദ് ഖാൻ. ചാറ്റ് GPTക്ക് ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് ഏതാണ്? ഗ്രോക്ക്. ഓക്കെ, ചാറ്റ് GPTക്ക് ബദലായിട്ട് ഇലോൺ മസ്ക് ഒരു ചാറ്റ്, നമുക്കറിയാം ഓപ്പൺ എയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അല്ലേ നമ്മുടെ ഇലോൺ മസ്ക് പുറത്തു പോവുകയും സ്വന്തമായ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ ഒരു കമ്പനി സ്ഥാപിക്കുകയൊക്കെ ചെയ്തു അല്ലേ. അതുകൊണ്ട് തന്നെ ഓപ്പൺ എയിലെ ചാറ്റ് GPTക്ക് പകരം വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇലോൺ മസ്ക് നിർമ്മിക്കുന്ന പുതിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക്. ഇനി കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന വിഷൻ ചിപ്പായ ബ്ലൈൻഡ് സൈറ്റ് അവതരിപ്പിക്കുമെന്ന പ്രഖ്യാപനവും നമ്മുടെ ഇലോൺ മസ്ക് നടത്തി. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകാൻ വേണ്ടിയിട്ട് ഒരു ചിപ്പ്, അതെന്താണ്? ബ്ലൈൻഡ് ചിപ്പ്, അത് അവതരിപ്പിക്കുമെന്നും നമ്മുടെ ഇലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ എയിൽ ചാറ്റ് GPTക്ക് പകരം ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ഗ്രോക്ക്. അടുത്തത് റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായിട്ട് നിയമിതനായത് ആരാണ്? വിനയ് കുമാർ. ആരാണ്? റഷ്യയിലൊക്കെ പോകുമ്പോൾ നല്ല വിനയത്തോടെ നിൽക്കണം അല്ലേ. അപ്പം വിനയ് കുമാർ. ഈയിടെ രാജിവെച്ച ഐറിഷ് പ്രധാനമന്ത്രിയാണ് ലിയോ വരദ്കർ. ആരാണ്? ലിയോ വരദ്കർ. ഇന്ത്യക്കാരനാണ്, ഒരു സ്വവർഗാനുരാഗിയാണ്. അതുപോലെ തന്നെ അയർലൻഡ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആരായിരുന്നു? അത് ലിയോ വരദ്കർ ആയിരുന്നു. ഓക്കെ, 38 വയസ്സിലാണ് ഇദ്ദേഹം നമ്മുടെ ഐറിഷ് പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത്. അദ്ദേഹം രാജിവെച്ചു. ഓക്കെ,
ഇനി മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം നേടിയത് ആരാണ്? അത് TM കൃഷ്ണ. ആരാണ്? നമ്മുടെ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം നേടിയത് ആരാണ്? നമ്മുടെ TM കൃഷ്ണ. ആരാണ്? TM കൃഷ്ണ. അടുത്തത് 2024 ഇറാസ്മസ് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? അമിതാവ് ഘോഷ്. ഓക്കെ, 2024 ഇറാസ്മസ് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? അത് അമിതാവ് ഘോഷ്. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ആര്? അമിതാവ് ഘോഷ്. ഓക്കെ, ഇനി നെതർലൻഡ് രാജാവ് രക്ഷാധികാരിയായുള്ള പ്രീമിയം ഇറാസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്നതാണ് 15,000 യൂറോയുടെ സമ്മാനത്തുകയുള്ള ഈ പുരസ്കാരം. കാലാവസ്ഥാ വ്യതിയാനത്തിനെ പറ്റി അല്ലെങ്കിൽ ആഗോള ആ ഒരു പ്രതിസന്ധിയെ പറ്റിയൊക്കെയുള്ള രചനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അമിതാവ് ഘോഷിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അമിതാവ് ഘോഷിൻ്റെ ആദ്യത്തെ നോവൽ ഏതാണ്? ദ സർക്കിൾ ഓഫ് റീസൺ. ഓക്കെ, ദ സർക്കിൾ ഓഫ് റീസൺ 1986 എഴുതിയ ദ സർക്കിൾ ഓഫ് റീസൺ ആണ് നമ്മുടെ അമിതാവ് ഘോഷിൻ്റെ ആദ്യത്തെ നോവൽ. ഓക്കെ, ഇനി 2018 അമിതാവ് ഘോഷിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് സ്ഥിരമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. അമിതാവ് ഘോഷ് ജ്ഞാനപീഠം പുരസ്കാരം ഓക്കെ സ്ഥിരമായിരുന്നു. ഓക്കെ, ഇപ്പോൾ 2018 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആളാണ് അമിതാവ് ഘോഷ്. ഇപ്പോൾ 2024 എന്ത് പുരസ്കാരമാണ് ലഭിച്ചത്? ഇറാസ്മസ് പ്രൈസ്. നൽകുന്ന ആരാണ്? നമ്മുടെ നെതർലൻഡ് രാജാവ് രക്ഷാധികാരിയായുള്ള ഇറാസ്മിയാനിയം ഫൗണ്ടേഷൻ നൽകുന്നതാണ്. ഓക്കെ, ഇനി കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയും ആഗോള പ്രതിസന്ധിയെ പറ്റിയൊക്കെ പറയുന്ന ആ ഒരു രചനയ്ക്കാണ് അദ്ദേഹത്തിന് ഈ നോവൽ കിട്ടിയത്. ആദ്യത്തെ നോവൽ ഏതാണ്? ദ സർക്കിൾ ഓഫ് റീസൺ. അടുത്തത് പുഷ്പക് വിമാനം. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന, ആ ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ചോളൂ, പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിൻ്റെ 2ാം ലാൻഡിംഗ് പരീക്ഷണവും നമ്മുടെ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഓക്കെ, അതായത് എന്താണ് നമുക്കറിയാം ഇപ്പോൾ റോക്കറ്റുകൾ എന്താണ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോസ്റ്റായി പോവുകയാണ് ചെയ്യുക, ഇങ്ങനെ വിട്ട് പോകും അല്ലേ. ഇത് പോയിട്ട് അതേപോലെ യൂസ് ചെയ്യാം, തിരിച്ചു വന്നിട്ട് വീണ്ടും അതേ റോക്കറ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് റീയൂസബിൾ, പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിൻ്റെ ലാൻഡിംഗ് പരീക്ഷണം, 2ാം ലാൻഡിംഗ് പരീക്ഷണവും വിജയിച്ചു. ഓക്കെ, പുഷ്പക് എന്ന് പേരിട്ടുള്ള RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിൻ്റെ 2ാം ഘട്ടമാണ്. എവിടെ നിന്നാണ്? മാർച്ച് 22 ചിത്രദുർഗ് എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് ഈ ഒരു പരീക്ഷണം നടന്നത്. എവിടെ നിന്നാണ്? ചിത്രദുർഗ് എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച്. ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്നതാണ് പുഷ്പക് വാഹനം. 3ാം പരീക്ഷണത്തിന് ശേഷം നമ്മുടെ ഭ്രമണപഥം ലക്ഷ്യമായിട്ട് നമ്മുടെ ISRO ഈ ഒരു പരീക്ഷണം ആരംഭിക്കും. ഓക്കെ, അപ്പോൾ പുഷ്പക് എന്താണ്? പുഷ്പക വിമാനം അല്ലേ, രാവണൻ്റെ പുഷ്പക വിമാനം എന്താണ്? വീണ്ടും യൂസ് ചെയ്യാൻ ആലോചിക്കുക അല്ലേ. അപ്പോൾ വീണ്ടും യൂസ് ചെയ്യാൻ പുനരുപയോഗിക്കാവുന്ന പറ്റുന്ന കാര്യമാണ്. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളാണ്. അത് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? മാർച്ച് 22 ചിത്രദുർഗ് എയറോനോട്ടിക്കൽ സ്പേസ് റേഞ്ചിൽ നിന്നാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം.